വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവനെ തട്ടിയിട്ട് ഒരു താറാവ് കറി വയ്ക്കാൻ പോകുന്നു. നമ്മള് താറാവിനെ ഉണ്ടാക്കാൻ പോണേ. വെട്ടണ്ടേ? വെട്ടാതെ എങ്ങനെ കൊല്ലുക? താറാവിനെ വെട്ടിയിട്ട് വരാം. അങ്ങനെ നമ്മൾ താറാവൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇന്ന് ബിന്ദു അമ്മേൻ്റെ സ്പെഷ്യൽ താറാവ് കറിയാണ്. അമ്മ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകളൊക്കെ മൂപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ താറാവിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മൂപ്പിച്ച് വെച്ച മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ടു. ഇത് നന്നായി മിക്സ് ചെയ്യാണ് കേട്ടോ. അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഇനി നാട്ടിലെത്തിയില്ലേ, ഇനി അമ്മേൻ്റെ കുറച്ച് ഫുഡൊക്കെ ആവാം കേട്ടോ. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ താറാവിൻ്റെ മസാല സെറ്റായിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഇനി ഇതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് പത്തിരിക്കുള്ള പണി തുടങ്ങാം കേട്ടോ. പത്തിരിപ്പൊടി കുറച്ച് വെള്ളം കൂടിയൊന്നും ഡൗട്ട്, എന്നാലും നമ്മൾ തോറ്റു കൊടുക്കരുതല്ലോ. നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണ്. അപ്പുറത്ത് ഇശുക്കുട്ടി അലമ്പ് കെട്ടി നടക്കുന്നു, നമ്മൾ പത്തിരി വരത്തുന്നു. വിചാരിച്ച പോലെ ആയില്ലെങ്കിലും സെറ്റായി വരുന്നുണ്ട്. മൊത്തത്തിൽ പാളിയെന്ന് വിചാരിച്ചതാണ് ഗൈസ്, പക്ഷേ അമീബയുടെ ഷേപ്പിലേക്ക് ആയാലും നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മളെ താറാവ് ഒരുവിധം തിളച്ച് സെറ്റായി വരുന്നുണ്ട് ഗൈസ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരുവിധം വേവുണ്ട് താറാവിന്. അപ്പോഴേക്ക് ഞാൻ പത്തിരി വരത്തുമ്പോൾ അമ്മ പത്തിരി ചൂടുകയാണ്. പത്തിരി ഷേപ്പൊക്കെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ താറാവ് വെന്തിട്ടുണ്ട്. ഇനി താറാവിലേക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുഞ്ഞുള്ളിയാണ്, കുഞ്ഞുള്ളി നന്നായിട്ട് അരിഞ്ഞത്, കുനുകുന അരിഞ്ഞതാണ്, അതിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി വഴന്ന് വരട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളി ഒരുവിധം വഴന്നിട്ടുണ്ട്. അതിലേക്ക് അമ്മ കുറച്ച് മീറ്റ് മസാലയായിട്ട് ഇടുന്നത്. എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഈ താറാവ് അതിലേക്ക് ഇടാണ്. ഇത്രയൊക്കെയുള്ള നമ്മളെ താറാവ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇശുക്കുട്ടി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് താറാവ്. ഇശുക്കുട്ടിക്ക് വേണമെന്ന് കൊടുക്കാം. ഇശുക്കുട്ടിക്ക് എന്തായാലും ഫുഡ് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണേ. ബൈ.